3 മണിക്കൂർ ഏകദേശം നീണ്ടു നിന്ന പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ കണ്ടനാട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മൃതദേഹം. ഏകദേശം 5:30 ഇവിടെ മൃതദേഹം കൊണ്ടുവന്നത്. നിരവധി ആളുകളാണ് ഇവിടെ ഇപ്പോഴും മൃതദേഹം കാണാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, പൊതുദർശനത്തിന് എത്തിയപ്പോൾ തന്നെ ഒരു വലിയ ജനാവലിയായിരുന്നു മൃതദേഹം കാണാനും അവസാനമായി തൻ്റെ ഇഷ്ട സംവിധായകനെ, ഇഷ്ട തിരക്കഥാകൃത്തിനെ ഒന്ന് കാണാൻ എത്തിച്ചേർന്നത്. ആ ജനസാഗരം തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ്, ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. നാളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേര് എത്തിച്ചേരുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ആദരവും മറ്റു കാര്യങ്ങളുമെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിനുള്ള ഉദാഹരണമാണ് ഈ ജനാവലി, ഈ ആരാധക വൃത്തം. ഇന്നും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അലയടിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്നും ഇവിടെ മലയാളി മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നു എന്ന് നമുക്ക് ഈ ജനാവലി മനസ്സിലാക്കി സാധിക്കുന്നു. നാളെ 10 മണിയോടുകൂടി ഔദ്യോഗിക ബഹുമതികളോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും എന്നാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം തന്നെയാണ്. ശ്രീനിവാസിന്റെ മൃതദേഹം ടൗൺ ഹാളിൽ ഏതാണ്ട് 3 മണിക്കൂറോളമാണ് പൊതുദർശനത്തിന് വെച്ചത്. നിരവധി പ്രമുഖർ അവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ അവിടെ എത്തി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രതിനിധികളും അവിടെ എത്തി. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതിന് പിന്നാലെ 5:30 കൂടിയാണ് കണ്ടനാട്ടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. അവിടെയും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി നിരവധി ആളുകൾ അവിടെ എത്തിച്ചേരുന്നുണ്ട്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങളാണ് ഇസത്ത് സുൽഫിക്കർ നൽകിയത്.